വടകര പല്ലവി മ്യൂസിക് ബാൻഡ് രജത ജൂബിലി ആഘോഷങ്ങൾക്ക് വടകര ടൗൺ ഹാളിൽ വർണ്ണാഭമായ തുടക്കം. വൈവിധ്യമാർന്ന വിവിധ പരിപാടികളാണ് ആഘോഷത്തിന്റെ ഭാഗമായി നടന്നത്. രാവിലെ ഹർഷൽ ദീപ്തയുടെ ചിത്രപ്രദർശനം ആർട്ടിസ്റ്റ് മഥനൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ എം മുരളീധരൻ, കെ എം എ മനാഫ്, പവിത്രൻ, പല്ലവി തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ എം പത്മലോചനൻ സ്വാഗതവും സാജിദ് അലങ്കാർ അധ്യക്ഷതയും വഹിച്ചു. അഞ്ചിനോ ആറിലൊക്കെ പഠിക്കുന്ന സമയത്ത് വടകരയിൽ തന്നെ ഇതിൻ്റെ രേഖാചിത്രങ്ങൾ ഇന്ന് ഞാനിവിടെ കണ്ടത്, നമ്മൾ ഈ ഹോളിലേക്ക് വരുമ്പോൾ കണ്ടത് പെയിൻറ്റിങ്ങാണ്. ക്യാൻവാസിൽ വരച്ച ചിത്രങ്ങളാണ്, കൂടുതലും പോർട്രേറ്റുകളാണ് വരച്ചിട്ടുള്ളത്. ഇതല്ലാത്ത രേഖാചിത്രങ്ങളൊരു വലിയൊരു ശേഖരം ഇതിൻ്റെ കയ്യിലുണ്ട്. അതന്ന് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ആ രേഖാചിത്രങ്ങൾ ആ ചെറിയ പ്രായത്തിൽ അതിമനോഹരമായിട്ടുള്ള സ്വതന്ത്രമായ ശൈലിയിൽ കുട്ടി വരച്ച ചിത്രങ്ങൾ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. കുട്ടി വരച്ച് വളർന്ന് വരുന്ന സമയത്തൊക്കെ ആണല്ലോ നമ്മൾ ഓരോ ഘട്ടങ്ങൾ മാറുന്ന സമയത്താണ് കലകളിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. അവൻ്റെ കലകൾ ഇന്ന് വലിയ ആൾക്കാർ വരയ്ക്കുന്ന ഒരു രീതിയിലേക്ക്, കുട്ടിത്തം മാറി വരുന്ന ഒരു രീതിയിലേക്ക് അവൻ്റെ ചിത്രീകരണവും മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. എല്ലാവരും വിചാരിക്കും, പിന്നെ ചിത്രം വരയ്ക്കുന്നവരാണോ കലാകാരന്മാർ, ചിത്രം വരയ്ക്കുന്ന ആളാണ് കലാകാരൻ, പാട്ട് പാടുന്ന വലിയ കലാകാരൻ എന്നൊന്നുമല്ല. ശരിക്ക് മനുഷ്യരുള്ള കല എന്ന് പറയുന്നത് ഓരോ വ്യക്തികളും ജനിക്കുമ്പോൾ തന്നെ ജന്മസിദ്ധമായി കിട്ടുന്ന ഒരു ജനറ്റിക്കലായിട്ട് കിട്ടുന്ന ഒരു സിദ്ധിയാണ് കല. ഒരു 14 വയസ്സുകാരൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചിത്രങ്ങളിൽ നിന്ന് എത്ര ഉയരത്തിലാണ് ഹർഷൽ ദീപ്തയുടെ ചിത്രങ്ങളുടെ സ്ഥാനം എന്ന് അടിവരയിട്ട് പറയാം. പലപ്പോഴും നമ്മൾ ഇത്തരം പ്രതിഭകളെ ഓർമ്മിക്കുമ്പോൾ, ബാലപ്രതിഭകളെ ഓർമ്മിക്കുമ്പോൾ ക്ലിഞ്ചിനെയൊക്കെ ഓർമ്മിക്കാറുണ്ട്. കേരളത്തിൻ്റെ ഒരു ചിത്രകലാ പാരമ്പര്യം എടുത്താൽ തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് വളരെ പ്രഗത്ഭരായ ചിത്രകാരന്മാർ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭൂമികയാണ് കേരളം എന്ന് മനസ്സിലാക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്. കെ രാഘവൻ മാസ്റ്റർ അനുസ്മരണത്തിന്റെ ഭാഗമായി നടത്തിയ ഗാനാലാപന മത്സരത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത മത്സരാർത്ഥികളുടെ ഗാനാലാപനവും നടന്നു. പവിത്രന്റെ അമ്മ തൊട്ടിൽ താരാട്ട് എന്ന മ്യൂസിക് ആൽബത്തിന്റെ 2ാം എഡിഷൻ പ്രകാശനവും നടന്നു.